ഹായ് ഓൾ. ഓഫീസ് അവേഴ്സ് കഴിഞ്ഞ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് കുറച്ച് പച്ചപ്പും ഹരിതാവയും കൂടെ ഒരു സൺസെറ്റും കാണണമെന്ന് തോന്നിയത്. ഇതെന്നാന്നറിയോ? നവംബർ 3, 2021 കേട്ടോ. അതിനടുത്ത മാസം ഈ തൃശ്ശൂർ ജില്ലയിൽ തന്നെ ഞാൻ കാണൂല എന്ന് അന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അതൊക്കെ പോട്ടെ, നമ്മുടെ തോന്നലിലേക്ക് തിരിച്ചു വരാം. ഒരു കാര്യം തോന്നിയാ പിന്നെ അത് നടന്നില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. വേറെ ഒന്നും നോക്കിയില്ല, വണ്ടി എടുത്ത് നേരെ വിട്ടു പെരുവന്മലയ്ക്ക്. അന്ന് നമ്മൾ കിലയിലായിരുന്നല്ലോ. ഒരു 10-13 കിലോമീറ്റർ കാണും അങ്ങോട്ടേക്ക്. മുസ്തു കൂടെ ഉണ്ടായിരുന്നു. അനുരാജ് അന്ന് തൃശ്ശൂരില്ലായിരുന്നു. അവിടെ എത്തി വണ്ടി പാർക്ക് ചെയ്തു. ഒരാവേശത്തിന് കയറ്റം വീഡിയോ എടുത്തു, കുറെ ഒക്കെ എടുത്തു. പിന്നെ വയ്യാണ്ടായപ്പോ നിർത്തി. ശരിക്കും ഒരു 500 മീറ്റർ ട്രക്കിംഗ് ഉണ്ട്. മേലെ ഒരു ശിവക്ഷേത്രം ഉണ്ട്. അതായത് ഒരു ചെറിയ കുന്നിന്റെ മേലെ ഒരു ചെറിയ ശിവക്ഷേത്രം. കാണാൻ ഒരു ചന്തൊക്കെ ഉണ്ട്. സൂര്യൻ അസ്തമിക്കുന്നത് കാണാനായിട്ട് പടിഞ്ഞാറ് പോയി നിന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ എന്ത് ചെയ്തു വെച്ചാല് അവിടെ അങ്ങോട്ട് ഇരുന്നു. ഇതൊരു നടപടി ആവുന്ന ലക്ഷണം ഇല്ലായിരുന്നു. മുസ്തു അവിടെ ഇവിടെ ഒക്കെ അലഞ്ഞു തിരിഞ്ഞു നടന്ന് പല ആംഗിൾസിൽ ഫോട്ടോസ് എടുക്കണ്ടായിരുന്നു. സൂര്യന്റെ പൊടി പോലും ഇല്ല. ചില ദിവസങ്ങളിൽ ഇങ്ങനാണത്ര ഇവിടെ. കുറെ നേരമൊക്കെ അങ്ങോട്ട് തന്നെ നോക്കിയിരുന്നു. സൂര്യനെ കാണാണ്ടായപ്പോ എണീറ്റ് ബാക്കി കാണാത്ത വ്യൂസ് ഒക്കെ കാണാനായിട്ട് ചുറ്റും കിടന്ന് നടന്നു. പിന്നെ വർക്കിംഗ് ഡേ ആണല്ലോ. അതുകൊണ്ട് 1-2 ഗ്യാങ് പിള്ളേഴ്സ് ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. അത്ര തന്നെ. ഞാൻ പിന്നെ ഇരുന്നിരുന്ന് മടുത്ത് എണീറ്റ് പോന്നപ്പോ അവിടെ ഒരറ്റത്ത് മുസ്തു പോയി ഇരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് കിടന്നു. അതും കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോ ഉറങ്ങി. തൽക്കാലത്തേക്ക് ഈ പച്ചപ്പും ഹരിതാപയും കൊണ്ട് തൃപ്തിപ്പെടാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. ജ്യോതിയും വന്നില്ല, തീയും വന്നില്ല, ഒരു മണ്ണാങ്കട്ടിയും വന്നില്ല. എത്ര കഷ്ടപ്പെട്ടാണ് ഞാൻ തിരിച്ചു വന്നെന്ന് അറിയാമോ? ഓടി ഓടി വരുമ്പോ ഒരു ആന. പക്ഷെ ഞാൻ രക്ഷപ്പെട്ടു. ആനവളെ കണ്ടോടി കാണും. താഴെ എത്തി. പിന്നെ കുറച്ച് സ്റ്റിൽസ് ഒക്കെ എടുത്തു. അതാണല്ലോ നമ്മുടെ മെയിൻ. പിന്നെ ഒരു സമാധാനം എന്താ വെച്ചാൽ 500 മീറ്റർ അല്ലേ കയറേണ്ടി വന്നുള്ളൂ. വല്ല 2-3 കിലോമീറ്റർ ഉണ്ടായിരുന്നെങ്കിൽ എന്തായാലും അവസ്ഥ. പിന്നെ ഞാൻ മാത്രമല്ലല്ലോ, അന്ന് അവിടെ വന്നൊരു മൊത്തം ശശിയായല്ലോ. അതുകൊണ്ടൊരു സമാധാനം ഉണ്ട്. ഇവിടുത്തെ സൺസെറ്റ് എന്നെങ്കിലും കണ്ടേ അടങ്ങൂ എന്ന് ശപഥം എടുത്തായിരുന്നു തിരിച്ചു പോകുന്നത്. ആ കഥ ഞാൻ പിന്നീട് ഒരിക്കൽ പറയാം കേട്ടോ. സൈനിങ് ഓഫ്, മലയാളി ഫ്രം തൃശ്ശൂർ. ബൈ ഫോർ നൗ.